ഈ കാണുന്ന ഏരിയ നമ്മുടെ ഫാമിനോട് ചേർന്ന് ഉപയോഗിക്കാണ്ട് കിടന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നേ. ഇപ്പം നമ്മൾ ചിന്താമണിയിൽ നിന്ന് ഒരു പുതിയ പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഏരിയ ഒന്നും ടാർപ്പായിട്ട് ഇരിക്കുന്നതിന് പകരം ജസ്റ്റ് ഓലും കാര്യങ്ങളൊക്കെ ഒന്ന് മേഞ്ഞ് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പണി കഴിഞ്ഞപ്പോഴുള്ള അവസ്ഥ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് മേഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ആരും നിർത്തിയിട്ടല്ല, നമ്മൾ തന്നെ ചെയ്തത്. കുറച്ച് ഭംഗി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ചിന്താമണിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന പശു. ഇതിപ്പോൾ സെക്കൻഡ് ലാക്ടേഷനാണ്. അത്യാവശ്യം ഒരു ഹെവി സൈസ് HF പശുവാണ്. എന്തായാലും ഒരു 20-22 മേലെ പാൽ എന്തായാലും കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പശു വളർത്തലിൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവർക്ക് കൈത്തീറ്റ കൊടുക്കാനോ അല്ലെങ്കിൽ പുല്ലരിഞ്ഞ് കൊടുക്കലോ അത്തരം കാര്യങ്ങളൊന്നുമല്ല. ഇവർക്ക് സ്ട്രെസ് മൂലം വരുന്ന തൈലേറിയ അനാപ്ലാസ്മ പോലുള്ള രോഗങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതിൽ ബുദ്ധിമുട്ടുന്നത്. പശുക്കളെ വളർത്തുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ തൈലേറിയ അനാപ്ലാസ്മ പോലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പശുക്കൾക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിവിധികളാണ് നിങ്ങൾ ചെയ്യാറെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ.